മൈക്കെല്ലാം അനൗൺസ് ചെയ്ത് തെറിവിളി മത്സരം നടക്കുന്നുണ്ട്. അത് എല്ലാവരും പങ്കെടുക്കണം. ഇന്ന അമ്മമാരാണ് പങ്കെടുക്കുന്നത്. അവർ വേദി കൊണ്ടിരുന്ന് അനൗൺസ് ചെയ്ത്. അപ്പോൾ അവിടെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്ന് പറയുന്ന ഒരു ഹരികുമാറുണ്ട്. നമുക്ക് വേറൊരാൾക്ക് നൽകാൻ നമ്മുടെ കയ്യിൽ ഒരു സാധനമുള്ളൂ, സ്നേഹം. അത് ഹൃദയം നിറച്ച് തന്ന ദൈവം വിട്ടത്. അപ്പോൾ എല്ലാവരും അടിപൊളിയാണ്. ഇതിനകത്ത് ഒരു പഞ്ചായത്തുണ്ട്. എല്ലാ സെപ്റ്റംബർ മാസത്തിൽ അവിടെ തിരഞ്ഞെടുപ്പാണ്. 6 പേര് പാനലിൽ ജയിച്ചത് അറിയാതെ 4 അങ്ങ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തത്. ചന്ദ്രമോഹൻ പ്രസിഡൻ്റായി. അതുപോലെ വയലൻ്റ് ആകുന്ന മാനസിക രോഗികളെ ഭയങ്കര പ്രശ്നമാകുമ്പം പറയും, ജോസഫേ ഞാൻ വന്നേ, ഈ മീനിൻ്റെ കണക്കൊന്ന് എഴുതണം. ഈ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടില്ലേ, കണക്കെഴുതി കുറേ കഴിയുമ്പം വരും, പറയും ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് വരട്ടെ എന്ന്. അപ്പം ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അയാൾ വേറൊരു മനുഷ്യനായി. ചോദിക്കാൻ വെച്ചതൊക്കെ സാറ് പറഞ്ഞായിരുന്നു, അറിയാൻ വേണ്ടിയായിരുന്നു അമ്മമാരുടെ ഒരു ദിവസം എങ്ങനെയാണ് അറിയാനായിട്ട് സിമ്പിളായിട്ട്. നമ്മൾ ആദ്യമൊക്കെ ഇവരെ സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ വലിയ പാടായിരുന്നു. പിന്നെ ക്രമേണ ഒരു 6 മണിയാകുമ്പോൾ എല്ലാവരും കുളിച്ച് റെഡിയായി വസ്ത്രം അണിഞ്ഞിരിക്കും. അപ്പം അതിനുള്ള സ്റ്റാഫുകളും ഉണ്ട്. ആ ഒരു സിസ്റ്റമായി. അപ്പം 6 മണിക്ക് അത് കഴിയുമ്പം ഒരു പ്രയറുണ്ട്. അവിടെ സർവ്വമത പ്രാർത്ഥനയാണ്. 3 മതങ്ങളുടെ പ്രാർത്ഥനകൾ അവിടെ കേൾപ്പിക്കും. അവർ പങ്കെടുക്കും. പിന്നെ ഒരു 7:30 മുതൽ 8:30 വരെ അവർക്ക് ഫുഡിൻ്റെ സമയമാണ്. അതൊക്കെ കഴിഞ്ഞാൽ ചില ആളുകൾ ചില കൈത്തൊഴിൽ ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അമ്മമാരും ഉണ്ട്, അച്ഛന്മാരും ഉണ്ട്. അവിടെ ഗാന്ധി ഭവനിലെ കിച്ചൺ കൂടാതെ ഒരു തട്ടുകട സ്ഥാപിച്ചിട്ടുണ്ട്. തട്ടുകട എന്ന ഒരു തട്ടുകട. ആ തട്ടുകട ഈ അവിടുത്തെ ഇൻമേറ്റ്സ് തന്നെയാണ് നടത്തുന്നത്. അത് പണ്ട് വലിയൊരു ചായയടിക്കാരനായിരുന്ന ഒരാളാണ് അതിൻ്റെ. അദ്ദേഹം പ്രായമായി ഇങ്ങനെ ചായ കറക്കി അടിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചെല്ലും ചായ കറക്കി അടിച്ച് അവിടെ കുടിക്കാൻ അങ്ങനൊരു സംവിധാനമുണ്ട്. അത് ഇപ്പം എങ്ങുമില്ലാത്ത സംവിധാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഗാന്ധിമോഹൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ ചെയ്യും. പിന്നെ കുറേ പേര് കൃഷി സ്ഥലമുണ്ട്. അത് മാനസിക പ്രശ്നമുള്ളവരാണ്. അത് പോവും. ഇവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ടുണ്ട്. ഒരു ചെറിയ തുകയായിരിക്കും ഇടുന്നത്. ചിലപ്പം ഒരു മാസം 200 രൂപയെ കാണത്തുള്ളൂ, എങ്കിലും വിടും. പിന്നെ ഈ കൃഷിക്ക് പോകുന്നവർക്ക് അവിടെ പലഹാരവും കാപ്പിയൊക്കെ കൊണ്ടു കൊടുക്കാൻ ആളുണ്ട്. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ അങ്ങ് സൈലൻ്റ് ആകും. 300 മാനസിക രോഗികളുണ്ട്. അവരാവശ്യപ്പെടുന്ന എന്തും. ഇപ്പം അവിടെ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്ന് പറയുന്ന ഒരു ഹരികുമാറുണ്ട്. ഹരികുമാർ രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ പറയും, അച്ചാച്ച എന്നായിരുന്നു. അച്ചാച്ച ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഞാൻ പറയാം ആന്ന്, യെസ്. അപ്പം ആ നിലയിൽ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ എല്ലാം നമ്മൾ അതേപടി അംഗീകരിക്കുക. അവരുടെ തോളിലൊക്കെ ഒന്ന് കൈയിടുക, സ്നേഹം പറയുക. ഇപ്പം 1500 പേര് താമസിക്കുന്നവരാണ്. രാത്രി 8 മണി കഴിഞ്ഞാൽ അറിയത്തില്ല. പകൽ ഒരു പട്ടണത്തിൽ, ഒരു കൊച്ചു പട്ടണത്തിൽ ആളുകൾ ഇങ്ങനെ നടക്കുന്ന പോലെ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, വർത്തമാനം പറയുന്നു. എന്നാൽ കോലാഹലങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു അച്ചടക്കത്തിൽ അവർ മാറുന്നു. ഇതിനകത്ത് ഒരു പഞ്ചായത്തുണ്ട്. എല്ലാ സെപ്റ്റംബർ മാസത്തിൽ അവിടെ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ കമ്മീഷന് ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കും. ആ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അത് നമ്മുടെ ഈ സാധാരണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെയാണ്. പാർട്ടി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവർക്കെല്ലാം ചിഹ്നം കൊടുക്കും. അതിനകത്ത് ജാഥയും പ്രചരണവും ഉണ്ട്. തിരഞ്ഞെടുപ്പ് പോളിംഗ് സിസ്റ്റമുണ്ട്. വോട്ടെണ്ണുമ്പം തന്നെ ഈ ലീഡൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. അന്ന് ഇലക്ഷൻ്റെ പ്രതീതിയാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയാണ്. എന്നിട്ട് ജയിക്കുന്ന ആളുകളിൽ നിന്ന് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കും. ഈ പ്രാവശ്യം അവർക്ക് സത്യപ്രതിജ്ഞ എഴുതി കൊടുത്തത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ സാറാണ്. പിന്നെ ഇതിനകത്ത് അട്ടിമറിയുണ്ട്. 2 പാനലുകൾ ജയിച്ചു വന്ന് 4 പേരുള്ളതായിരുന്നു ചന്ദ്രമോഹൻ ചേട്ടൻ്റെ സിനിമാ ശബ്ദം കൊടുത്തേ. പിന്നെ വേറൊരു പരമേശ്വരയ്യർ സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാനലിൽ 6 പേര്, 10 പേരാണ്. 6 പേര് പാനലിൽ ജയിച്ചത് അറിയാതെ 4 അങ്ങ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്ത് ചന്ദ്രമോഹൻ പ്രസിഡൻ്റായി. അവസാനം ക്ലാഷായി. അപ്പോൾ അടിയുണ്ടാകാതിരിക്കാൻ അവിടെ ശ്രദ്ധിക്കും. ക്ലാഷായി. പിന്നീട് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പ് മാറ്റിയെടുത്ത് സ്വാമി അയ്യർ പ്രസിഡൻറ്റും ചന്ദ്രമോഹൻ വൈസ് പ്രസിഡൻറ്റുമായി. എന്നിട്ട് അവർക്ക് ഓരോ വാർഡുണ്ട്. രാവിലെ എല്ലാവരും ഓരോ ബുക്കൊക്കെ ആയിട്ട് പോയിട്ട് ഇവിടുത്തെ പ്രശ്നങ്ങൾ, പോരായ്മകൾ, ഏതെങ്കിലും കറി കുറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുണ്ട്. പിന്നെ അവിടെ ചില പണിഷ്മെൻറ്റ് പദ്ധതികളുണ്ട്. പണിഷ്മെൻറ്റ് ഒരാൾ എന്നും ഈ മീൻകറി കൊടുക്കുമ്പോൾ ഭയങ്കര പരാതിയാണ്. ഭാര്യയും ഭർത്താവും ഉണ്ട്. 2 പേർക്കും നടക്കാൻ വയ്യാത്ത ആളുകളാണ്. അവർ 2 സ്ഥലത്തു നിന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ കല്യാണം കഴിപ്പിച്ച് ഒരു മുറി താമസിപ്പിക്കുക. എന്നും ഭയങ്കര പ്രശ്നമാണ്. ഒരു ദിവസം ഇയാളങ്ങ് വലിയ വയലൻ്റായി. ഞാൻ ഞങ്ങളുടെ ആട്ടോ ഡ്രൈവറെ വിളിച്ചിട്ട് പറഞ്ഞ്,
മാർക്കറ്റിൽ പോയി ഏറ്റവും വലിയ മീൻ എടുത്തിട്ട് തൂക്കി വില പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നിട്ട് ഏറ്റവും വലുത് 4.5 കിലോ ചൂര കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് കറി വെപ്പിച്ച് അയാൾ കൊടുക്കാൻ പറഞ്ഞു. കറി വെപ്പിച്ച് പുള്ളിക്ക് കൊണ്ടുകൊടുത്തു. പുള്ളിയും ഭാര്യയും കൂടെ ആ കറി 3-4 ദിവസം വെച്ച് കഴിച്ചു. പണിഷ്മെൻറ്റാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ് അയാൾ പറഞ്ഞു, കേട്ടോ എനിക്ക് എന്നോട് പ്രത്യേക സ്നേഹമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്ക് അവിടെ 2 അമ്മമാർ. ഒരമ്മ ബ്രാഹ്മൺ സമുദായമാണ്, ഒരമ്മ അല്ലാതെ തോന്നുന്നു ആ അമ്മ എഴുത്തുകാരിയാണ്. 2 പേർക്ക്, ഒരു എഴുത്തുകാരി അമ്മയ്ക്ക് ഒരു 87 വയസ്സ് കാണും, മറ്റേ അമ്മയ്ക്ക് ഒരു 75 വയസ്സ് കാണും. 2 അമ്മയും കൂടെ ഒരു മുറിയിലാണ്. ഒരമ്മയ്ക്ക് TV വേണം, ബ്രാഹ്മണ അമ്മയ്ക്ക്. മറ്റേ അമ്മയ്ക്ക് TV വെച്ചാൽ എഴുതാൻ പറ്റുന്നില്ല. 2 പേരും ക്ലാഷായി, ഭയങ്കര വഴക്ക്. അവസാനം ഞാൻ അവർ 2 പേരെയും വിളിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനിൽ വിവരം അറിഞ്ഞിട്ടുണ്ട്. വനിതാ കമ്മീഷൻ ഈ പരാതി കേസെടുത്താൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എന്നിട്ടും മാറുന്നില്ല. ഞാൻ പറയും, വനിതാ കമ്മീഷൻ ക്യാമറ കൊടുത്തയച്ചിട്ടുണ്ട്. ഈ CC ക്യാമറ പഴയ ഒരെണ്ണം ഇരുന്ന് അവിടെ കൊണ്ട് മുറി ഫിറ്റ് ചെയ്ത് ഇത് അവർ കാണും, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാകാം. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷനിൽ പല സാഹചര്യങ്ങളിൽ കഴിഞ്ഞ ആൾക്കാരൊക്കെയാണ് വന്നത്. പിന്നെ തെറി വിളിക്കുന്ന കുറേ അമ്മമാരുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരെ എല്ലാം കൂടെ വിളിച്ചിട്ട് നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ട്, മൈക്കെല്ലാം അനൗൺസ് ചെയ്ത് തെറിവിളി മത്സരം നടക്കുന്നുണ്ട്, അത് എല്ലാവരും പങ്കെടുക്കണം, ഇന്ന അമ്മമാരാണ് പങ്കെടുക്കുന്നത്. അവർ വേദി കൊണ്ടിരുന്ന് അനൗൺസ് ചെയ്ത്. അപ്പം മൈക്കെല്ലാം വെച്ച് കഴിഞ്ഞപ്പം ആളും എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ആർക്കും തെറി വിളിക്കണ്ട. ഞങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രയോഗമുണ്ട്. അതുപോലെ വയലൻ്റ് ആകുന്ന മാനസിക രോഗികളെ ഒരു കുളത്തിൽ നിറച്ച് മീനുണ്ട്, ആ കുളത്തിൻ്റെ മേലിൽ കൂടെ കൊച്ചു പാലുമുണ്ട്. ഭയങ്കര പ്രശ്നമാകുമ്പം പറയും, ജോസഫേ ഇനി വന്നേ, ഈ മീനിൻ്റെ കണക്കൊന്ന് എഴുതണം. ഒരു നോട്ട് ബുക്കും ഒരു പേനയും കൂടെ കൊടുത്തിട്ട് അവിടെ വന്ന് പുള്ളിക്ക് എന്തെങ്കിലും അപ്പം ഒരു ചായയും വടയും വേണം, ചായയും വടയും കൊടുത്ത് അവിടെ പോയി ഇന്ന് കണക്ക്. ഈ മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടില്ലേ, കണക്കെഴുതി കുറേ കഴിയുമ്പം വരും, പറയും ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് വരട്ടെ എന്ന്. അപ്പം ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നെ അയാൾ വേറൊരു മനുഷ്യനായി. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സൂത്രപ്പണികൾ ഞങ്ങൾ ഈ വയലൻ്റ് ആകാതെ നിർത്തുന്നുണ്ട്, ആരെയും അടച്ചിടാതെ ഈ മനസ്സിലേക്ക്. പിന്നെ ഗാന്ധിമോഹൻ ഉറപ്പ് പറയുന്നത്, ആര് സഹായിച്ചാലും, 1 വർഷത്തിന് മുമ്പ് സഹായിച്ച് പോയ ഒരു വ്യക്തി അടുത്ത വർഷം ഗാന്ധിഭവനിൽ വരുമ്പോൾ അന്ന് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ ഒരു ഗാന്ധിഭവനെ കാണാൻ കഴിയും. അങ്ങനെ ഒരു ജീവകാരുണ്യത്തിലെ പരീക്ഷണശാല എന്നുള്ള നിലയിലാണ് ഗാന്ധിഭവൻ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ സാറിനോട് ചോദിക്കാനുള്ള, സാർ ഇങ്ങനെ കാലെടുത്ത് വെച്ചപ്പം സാറിനുമുണ്ട് ദുഃഖങ്ങളും കാര്യങ്ങളും എല്ലാം, ഈ ഒരു ക്ഷമ മറ്റുള്ളവരിലോട്ട് സാറൊന്ന് പകർന്നു കൊടുത്തേ പറ്റൂ ഇന്നത്തെ തലമുറയ്ക്ക്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരോടെല്ലാം, ഞങ്ങൾക്ക് 200-ലധികം സ്റ്റാഫുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഈ സ്റ്റാഫ് മീറ്റിംഗ്, അവരോടെല്ലാം ഞാൻ പറയുന്നത് നമ്മൾ 2 കാര്യം. ഒന്ന്, ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ ആൾ നമ്മളാണ്, ഏറ്റവും എളിയ ആൾ നമ്മളാണ്, നമ്മളങ്ങ് ചിന്തിക്കുക. പിന്നെ നമുക്ക് എല്ലാം ലോകം മൊത്തം അറിയാം എന്നും ചിന്തിക്കരുത്, നമ്മളെല്ലാം കണ്ടതും കേട്ടതും അല്പമാണ്. പിന്നെ നമുക്ക് വേറൊരാൾക്ക് നൽകാൻ നമ്മുടെ കയ്യിൽ ഒരു സാധനമുള്ളൂ, സ്നേഹം. അത് ഹൃദയം നിറച്ച് തന്ന ദൈവം വിട്ടത്, അതിന് യാതൊരു പിശുക്കും കാണിക്കരുത്. ഹായ്, നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ ഡേവിഡ്. ഞാനൊരു ചർച്ചിലെ പ്രീസ്റ്റാണ്. സാറിനോട് 2 കാര്യം ചോദിക്കട്ടെ. ഒന്ന്, ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബെൻസ് കാറിൽ ഒരമ്മയെ കൊണ്ട് വിട്ടിട്ട് പോയി. അപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് വലുതായിരിക്കും. ഇതുപോലെ വരുന്ന എല്ലാ ആൾക്കാരും അങ്ങനെയായിരിക്കും. അപ്പോൾ അവരെ തിരികെ ആ ജീവിതത്തിലോട്ട് കൊണ്ടുവരുവാൻ എങ്ങനെയായിരിക്കും സാർ അത് പ്രയത്നിക്കുന്നത്? 1. 2, ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരിൽ നിന്നും മറ്റ് രാഷ്ട്രീയക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും സാറിന് എത്രത്തോളം ഈ ഒരു നല്ല പ്രവൃത്തിയെ കൊണ്ടുപോകാനായിട്ടുള്ള സപ്പോർട്ട് ലഭിക്കുന്നു ഗവൺമെൻറ്റിൽ നിന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കേരള ഗവൺമെൻറ്റിൽ നിന്ന്? ഏത് പാർട്ടിയായാലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും ഉന്നത അധികാരികൾ, അതുപോലെ എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ ഗവർണർമാരും ഗാന്ധിഭവൻ സന്ദർശിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ അവരെല്ലാം കണ്ടിട്ട് അവർക്ക് ഗാന്ധിഭവനോട് എൻ്റെ പ്രവർത്തനത്തിൽ ഒരു മതിപ്പ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ആയിരിക്കാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രയാസം വന്നിട്ടില്ല. പിന്നെ എപ്പോഴും ആക്ടിവിറ്റീസ് ഉണ്ട്. എൻ്റെ പേര് ഹാജറാബി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു അച്ഛനും അമ്മയും ഉള്ള നമ്മളിൽപ്പെട്ടവർ ഉപേക്ഷിക്കുമ്പോൾ ഈ ആയിരക്കണക്കിന് അച്ഛനമ്മമാരെ നോക്കാനായിട്ടുള്ള
ആ കരുത്ത്, ആ കെൽപ്പ് അത് എവിടെ നിന്ന് കിട്ടി? നമുക്കെല്ലാവരും നിയോഗമുണ്ടല്ലോ. ഞാൻ പലതും ചെയ്തിട്ട് അതെ, എനിക്ക് സംതൃപ്തി കിട്ടിയില്ല. ഇതിൽ വന്നപ്പം ഞാൻ സംതൃപ്തനായി. അത് ഈ സ്ഥാപനം ഇത് തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ മനസ്സിലൊരു തീരുമാനമെടുത്ത്, ഈ വരുന്ന ആരുമില്ലാതെ വരുന്നവരാണ് നമ്മുടെ ദൈവം. പിന്നെ ശുശ്രൂഷകരായി വരുന്നവരാണ് നമ്മുടെ രണ്ടാമത്തെ നമ്മൾ കാണുന്ന ദൈവം. പിന്നെ മൂന്നാമത്തത് നമ്മളെ സ്നേഹിക്കാനും സഹായിക്കാനും അതിഥികളായി എത്തുന്നവർ ആണ്. നാലാമത് മാത്രമേ ഉള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം കുടുംബം. അത് മുന്നോട്ട് പോയപ്പോൾ പല ആളുകളും പല അറിഞ്ഞ് ചോദിക്കാനും സഹായിക്കാനും തുടങ്ങി. ഒരിക്കലും ഇല്ല എന്നുള്ളൊരു വാക്ക് സങ്കടം. ഞാൻ ഒരുപാട് സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. പക്ഷേ എനിക്ക് ഇപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുള്ളത് നല്ല സാഹചര്യമുള്ള പ്രസ്ഥാനങ്ങൾ ചെല്ലുമ്പോൾ സങ്കടങ്ങളും ഇല്ലായ്മകളുമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ സങ്കടം നമ്മുടെ വ്യക്തിപരമാണ്. ഞാൻ ധരിച്ചിരിക്കുന്നത്, ഞാൻ സ്വയം മനസ്സിലാക്കിയ ഒരു കാര്യം, സങ്കടപ്പെടുന്നവനെ കഷ്ടതയുള്ളവനെ സഹായിക്കാനായിരിക്കത്തില്ല ഒരു പ്രസ്ഥാനം നടത്തുന്ന ആളിനെ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത്. ആ പ്രസ്ഥാനത്തിൽ സങ്കടങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതൊരു കുടുംബമായി കൊണ്ടുപോകണം. ആ കാഴ്ചപ്പാടാണ് ഒരു പക്ഷേ ഈ പ്രയാസത്തിലും പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പേര് നിഷാജ്. ഞാൻ ഹോപ്പ് ഓഫ് ലൈഫിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. സാറേ, എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇപ്പം ഗാന്ധി ഭവനിൽ? 1300. അത് ഏറിയും കുറയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ മെഡിക്കൽ സപ്പോർട്ട് എങ്ങനെയാണ്? കൂടെ ക്ലിനിക്ക് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ക്ലിനിക്ക് ഉണ്ട്? ഉണ്ട്. അവിടെ ക്ലിനിക്കുണ്ട്, ഡോക്ടേഴ്സ്, ഒരു ഫിസിഷ്യൻ, 2 ദിവസം 3 ദിവസം സൈക്കാട്രിസ്റ്റ്, ഓക്കെ, പിന്നെ ആഴ്ച ഒരു ദിവസം കാർഡിയോളജിസ്റ്റ്. മീൻസ് ഒരു ക്ലിനിക്ക് അതിൻ്റെ കൂടെ തന്നെ റൺ ഉണ്ട്. ക്ലിനിക്കും ലാബും, നല്ല ലാബുണ്ട്, ഫാർമസി ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ മെഡിസിനാണ്. ആഹാരത്തിനേക്കാൾ കൂടുതൽ മെഡിസിൻ ആവശ്യമുണ്ട്. ഈ കഴിഞ്ഞ മാസം ഡൈപ്പർ വാങ്ങിയതിന് മാത്രം 3 ലക്ഷം രൂപ മുടക്കേണ്ടി. അപ്പോൾ അത്രയും അധികം പാലിയേറ്റീവ് രോഗികളുണ്ട്. 200ഓളം പേര് കിടക്കുന്ന കിടപ്പിൽ. പിന്നെ ഗാന്ധി ഭവനൊരു എല്ലാവരും തരുന്ന ഒരു അഭിപ്രായം, ശുചിത്വ പരിപാലനത്തിൽ ഒരു ഈച്ച പോലും ഇല്ലാതെ അവിടെ അത് നോക്കണം.